വർഷ എങ്ങനെയാ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ എല്ലാ പെൺകുട്ടികളോടൊക്കെ നമ്മൾ സിനിമയിൽ അഭിനയിക്കാൻ പോവുക, ആങ്കറിങ്ങിന് പോവുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചാനലുകളിൽ വർക്ക് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഞാൻ അടക്കമുള്ള എല്ലാ പെൺകുട്ടികളോടും എല്ലാവരും പറയാറുള്ളതാണ്, ഇതൊന്നും ഒരു സ്റ്റേബിൾ കരിയർ അല്ല, ഇതിനൊക്കെ ഇത് ഇത്ര കാലേ ഉള്ളൂ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് വല്ല HR ഒക്കെ പഠിക്കൂ, എന്നിട്ട് എന്തായാലും നല്ലൊരു ജോലി ചെയ്യൂ എന്ന്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വർഷം കേട്ടിട്ടില്ലേ? എന്റെ അടുത്ത് നഴ്സിംഗ് പഠിക്കാന്ന് പറഞ്ഞേ ഞാനിരിക്കുന്നില്ലേ? ശരി. ബേസിക്കലി പക്ഷെ എന്റെ എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ ഞാൻ ഡിഗ്രി പഠിച്ച മാത്സാ, PG പഠിച്ച സ്റ്റാറ്റിസ്റ്റിക്സാ. നിങ്ങളെല്ലാം ഇങ്ങനെയാണ്. ഇതാണ് ക്വാളിഫിക്കേഷൻ. ഒരു ബന്ധമില്ലാണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഒബ്വിയസ്ലി വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടിയാണ്, സ്റ്റേബിൾ ആവണം, സെക്യൂർഡ് ആവണം. അത് പക്ഷെ ആ കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ വീട്ടുകാർക്ക് ഭയങ്കര വാശിയാണ്, ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ളത്. അതുകൊണ്ടാണ് അവർ നിർബന്ധിക്കണേ. പക്ഷെ ഇപ്പം ലാസ്റ്റ് ഞാൻ വീട്ടിലൊക്കെ പോയ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, കുഴപ്പമില്ല, നീ ഇത് ഇതിൽ തന്നെ നീ നോക്കൂ, നിനക്ക് സ്റ്റേബിൾ ആകാൻ പറ്റുന്ന വഴികൾ നീ കണ്ടുപിടിക്കൂ, സ്റ്റേബിൾ ആവുക, ഇൻഡിപെൻഡന്റ് ആവുക, വേറെ ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക. അത് തന്നെയാണ് കോറായിട്ട് എപ്പോഴും വീട്ടിൽ. പിന്നെ കുറച്ച് പേർക്ക് നീരസമുണ്ട് റിലേറ്റീവ്സിനൊക്കെ. അപ്പൊ എനിക്ക് ചില സമയത്തൊക്കെ ഇങ്ങനെ അവരുടെ മുമ്പ് ചെന്നാലും കാണുമ്പോൾ എനിക്ക് പേടിയാ, അയ്യോ തിരിച്ചറിയില്ല, അത് ചിലപ്പോ അതൊരു ചിലപ്പോ ഒരു കോൺഫ്ലിക്റ്റ് ആവും ചിലപ്പോ. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അവരിങ്ങനെ അവർക്കും ഇപ്പൊ സന്തോഷമാണ്, അങ്ങനെ തിരിച്ചറിയപ്പെടുമ്പോ അവർക്കൊരു സന്തോഷം. അത്രയും നാൾ അവർക്ക് ഇതാണെങ്കിൽ തിരിച്ചറിയപ്പെടുമ്പോ അവർക്ക് ഇനി പറയാലോ, അങ്ങനൊക്കെ. എന്റെ നാട്ടിലൊരു സംഭവം നടന്നിട്ടുണ്ട്. നാട്ടിലെ ഉത്സവ സമയത്ത് വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ, അത് വലിയ അമ്മയ്ക്ക് പരിചയമുള്ള ആളാട്ടോ. അപ്പോൾ എന്നെ അമ്മേരെ കൂടെ കണ്ടിട്ട് ചേട്ടൻ വന്ന് പറഞ്ഞു, അയ്യോ ഇത് മറ്റേ വീഡിയോ ഒക്കെ ചെയ്യുന്ന പയ്യനല്ലേ, മോനെ കൊള്ളാം കേട്ടോ, പെർഫോമൻസ് കൊള്ളാം. അപ്പം അമ്മ പുള്ളിയുടെ അടുത്ത് പറയുക, നീയൊക്കെയാണ് ആ ചെറുക്കനെ പാടിക്കളയുന്നത്, പഠിച്ചിട്ടല്ല ജോലിക്ക് ഇവിടെ ചെറുക്കാണ് പാടിക്കൊള്ളാം. പോരാളിയാ.